കണ്ണൂരിലേക്ക് പോകാം. ഫെലിക്സ് ഉണ്ട് അവിടെ. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ എന്താണ് സ്ഥിതി? മഴ ശക്തമാണോ? ഗുഡ് മോർണിംഗ് മോക്തി. കണ്ണൂരിൽ ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അത് നഗരം പ്രദേശങ്ങളിൽ മാത്രമല്ല, മലയോര മേഖലയിലൊക്കെ തന്നെ സമാനമായ സ്ഥിതിയാണ്. ഓറഞ്ച് അലർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. മണ്ണിടിച്ചിലും മതിൽ ഇടിഞ്ഞു വീണും ഒക്കെ തന്നെ അപകടങ്ങൾ സംഭവിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ മരം കടപുഴകി വീഴുന്നതാണ്. ഇന്നലെ പേരാവൂരടക്കം ഒരു കാറിന് മുകളിലേക്ക് മരം വീണു. പക്ഷേ വൈദ്യുതി ലൈൻ കമ്പി ഉള്ളത് കൊണ്ട് വലിയ കേടുപാടുകൾ സംഭവിച്ചില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് ഈ മഴയ്ക്കൊപ്പം കാറ്റടക്കം ഉണ്ടാകുന്നത് കൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പൊതുവെ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാവിലെയും ഇന്നലെ ഉച്ചയ്ക്കും ഇന്നലെ രാത്രിയും ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പുലർച്ചെ മഴ അല്പം കുറവുണ്ട്. പക്ഷേ ചാറ്റൽ മഴ എല്ലായിടങ്ങളിലും തന്നെ ലഭിക്കുന്നു എന്നതാണ്. ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ അതിന് സമാനമായ രീതിയിലുള്ള മഴ എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ചെറുപുഴ, ഇരിട്ടി, കൊട്ടിയൂർ, കേളകം, ശ്രീകണ്ഠാപുരം, ചെമ്പേരി, ആലക്കോട് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നല്ല മഴ ഇടവിട്ട് ലഭിക്കുന്നുണ്ട്. ഈ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളക്കെട്ടടക്കം അനുഭവപ്പെടുന്ന രീതിയിലേക്ക് മഴ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ചെറുപുഴ അടക്കമുള്ള മേഖലയിൽ, മലയോര മേഖലയാണ്, അവിടെ ഈ വെള്ളക്കെട്ടടക്കം അനുഭവപ്പെട്ടു. ഏതായാലും ജാഗ്രത തുടരണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അത് വേണം ഫെലിക്സ്, ജാഗ്രത തുടരണം. അവിടെ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കുമെന്ന് കരുതാം.